എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് അറിയില്ല. ഗബ്രി ഔട്ടായത്. വാട്സാപ്പ് എടാ സൂരജേ മോനെ ഞാൻ ചെക്ക് ചെയ്യാം ഉറപ്പായിട്ടും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്ക്. ചുമ്മാ എനിക്ക് വെറുതെ വന്നിരുന്നിട്ട് വി വോണ്ടഡ് യൂസ് ടു സ്റ്റേ. എനിക്കും അതായിരുന്നു ആഗ്രഹം, പക്ഷെ പറ്റിയില്ല. നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അല്ലേ. വിൽ യു ഗോ ബാക്ക് ടു ബി? അങ്ങനൊരു വിളി വന്നിട്ടില്ല. ഇങ്ങനൊരു വിളി വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഹലോ മാത്രമേ ഉള്ളൂ. നമ്മളെന്താ പുകയാ? ഏത് പുക? എടാ ഞാൻ ക്വിറ്റ് ചെയ്തല്ലടാ, ഞാൻ പറഞ്ഞില്ല ഞാൻ ക്വിറ്റ് ചെയ്തല്ല. ഞാൻ എന്താ നമ്മൾ മെൻ്റലി ഡൗൺ ആയിട്ട് കുറച്ച് ദിവസമല്ല, ജസ്റ്റ് ഒരു കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ മാറ്റി നിർത്തി സൈക്യാട്രിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് സൈക്കോളജിസ്റ്റായിട്ട് സംസാരിച്ച് തിരിച്ചു കയറാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അവരുടെ തന്നെ ഒരു സീക്രട്ട് മുറിയിലായിരുന്നു. അപ്പം അവിടെ നിന്ന് തിരിച്ച് വീടിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. ഞാൻ ഹാപ്പിയാണ്. ഞാൻ എന്താ ഇത്ര ഹാപ്പി? ഭയങ്കര ഹാപ്പിയല്ലേ. ജാസ്മിൻ്റെ കരച്ചിൽ സങ്കടമുണ്ട് ബ്രോ. അങ്ങനെ ഒരാൾ കരയുന്ന കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി വിഷമം വരും. ആ വിഷമമുണ്ട്. അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പോൾ ഹെൽത്ത്? അച്ഛൻ്റെ ഹെൽത്ത് ഇപ്പോൾ സ്റ്റേബിളാണ്, പക്ഷേ സർജറി ആവശ്യമുണ്ട്. സർജറി നമ്മൾ ജൂൺ 6 വേണ്ടി ഷെഡ്യൂൾ ചെയ്തേക്കുവാണ്, നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ. ദാറ്റ് ഈസ് ദ പ്ലാൻ ഗായ്സ്. ചേട്ടാ ജാസ്മിൻ ഫുൾ അഭിനയമല്ലേ? എനിക്കറിഞ്ഞൂടാ, എനിക്കറിയില്ല. എൻ്റെ പ്രഡിക്ഷൻസോ? ഒരു പ്രഡിക്ഷനും ഇല്ല. എന്തൊക്കെയോ വഴി കൂടെ അല്ലേ ഇപ്പോൾ പോണേ. ക്വെൻറ്റിൻ ടറാൻറ്റീനോടെ സിനിമ പോലെയാണ്, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എടാ ഇല്ലടാ, ഇതിൽ കാണുന്നില്ലടാ. ഞാൻ നോക്കുമ്പോൾ നോ റിക്വസ്റ്റ് യെറ്റ് എന്നാണ് കാണിക്കുന്നത്. ഞാൻ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നാല് തെറി പറയുന്നത് കേൾക്കുമ്പോൾ മാരാറേട്ടൻ തെറി പറയുമോ? മാരാറേട്ടൻ തെറി പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, 2 തഗ് പറയുന്ന. പിന്നെ രാവിലെ എണീറ്റിട്ട് ഞാൻ 2 തഗ്. അതെങ്ങനെയാ നമ്മൾ പറയുന്നത് തഗ്? ഈടാ അച്ഛൻ ഇങ്ങനെയാ. ഞാൻ പറഞ്ഞല്ലോ ഐ ആൻസർഡ് ഇറ്റ്. ഇനി ആരാ? എവിടെയാണിപ്പോൾ? ഞാനിപ്പം കൊച്ചിയിലാണുള്ളത്. ചേട്ടൻ അവർ ഡ്രഗ് തന്നോ? തന്നോ? ആരൊക്കെയോ റിക്വസ്റ്റ് ഇട്ടറാ, പക്ഷെ എങ്ങനെ ആഡ് ചെയ്യും എന്ന് അറിഞ്ഞൂടെ എനിക്കതാ. എടേ ചീത്തയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുത്തൻ. നീ പോയിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല കേട്ടോ, അത് മോശമാണ്, ഭയങ്കര മോശമല്ലേ ലൈവിലൊക്കെ വന്നിരുന്ന ചീത്ത വിളിക്കുന്നത്. തന്ന് യെസ് താങ്ക് യു. എനിക്ക് ലൈവിലിരുന്ന് പരിചയമൊന്നുമില്ല. തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വെക്കേഷൻ പോണ സ്ഥലം പോലെയല്ലേ ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ അങ്ങനെയാണ്. വാട്ട് അബൌട്ട് ജിൻഡോ ചേട്ടൻ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. ജിൻഡോ ചേട്ടൻ നമ്മളെ പോളിമാൻ അറോയ ഷോപ്പിൻ്റെ അടുത്താണ്. ഞാൻ അറോയയിൽ വന്നിരുന്നു. ഇപ്പോൾ എൻ്റെ സിബിൻ യാ ബ്രോ, അഖിൽ പറഞ്ഞത് സത്യമാണോ? അഖിലേട്ടൻ പറഞ്ഞത് എല്ലാം എനിക്കറിയില്ല, എല്ലാ കാര്യവും അറിയില്ല. കാക്കനാടുണ്ടോ? കാക്കനാടുണ്ട്. കാക്കനാടാണ് ഇപ്പോൾ. ഡു യു സപ്പോർട്ട് അഖിൽ മാരാറിന് എൻ്റെ സപ്പോർട്ടൊന്നും വേണ്ട. അഖിൽ മാരാർ ഒരു ഇൻഡിപെൻഡൻ്റ് ആളാണ്. ഗബ്രി ഔട്ടായി. ഞാൻ സംസാരിച്ചിരുന്നു രാവിലെ. രാവിലെ ഞങ്ങളൊരു 4:30 മണിക്ക് അവൻ ഫോൺ ചെയ്തിരുന്നു. നമ്പർ കിട്ടി, ഞാൻ വിളിച്ചു, ഞാൻ സംസാരിച്ചിരുന്നു. ഹായ് ശ്രീകുട്ടി. വിനോയുടെ വീടിൻ്റെ ടെറസിൽ ഒന്ന് ഇരിക്കണം. പിന്നെ എന്ത് പിന്നെ ഉറപ്പായിട്ടിരിക്കും. ആരൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഉത്തരം തരാം. യുവർ ടോപ്പ് 5 ആരൊക്കെ? ഐ ഡോണ്ട് ഹാവ് എനി പ്രഡിക്ഷൻസ് ബ്രോ, ബിക്കോസ് അങ്ങനെ ഇപ്പം എങ്ങനെയൊക്കെയോ ഇത് നമ്മുടെ ബിഗ് ബി ഷോ ഇപ്പം പോകുന്ന പോക്കും പരിപാടികളൊന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതെങ്ങനെയൊക്കെയോ പോവുകയാണ്. ബ്രോ ചെസ്റ്റ് പെയിൻ ഓക്കെ ആയോ? അത് ചെസ്റ്റ് പെയിൻ വന്നതെന്ന് പറഞ്ഞ എന്താ പറയുക, ഒരു ആങ്സൈറ്റി സീനാണ്. ഓക്കെയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. വാട്ട് ഡൂയിങ് ഇൻ കൊച്ചിയിൽ സ്ഥിരം ഉണ്ടാകാറുണ്ട്. BB ഹോട്ടലിലെ ഗസ്റ്റ് സിബിനാണോ? എന്നെ അവർ തഴഞ്ഞിട്ടേക്കാണ്, നിങ്ങൾ കണ്ടില്ലേ? ഞാനെന്നുള്ളൊരു വ്യക്തി ജീവിച്ചിരിക്കുന്നതായിട്ട് പോലും ഇപ്പം അവർക്ക് ഇതില്ലാന്ന് തോന്നുന്നു.
ചേട്ടാ സത്യം പറഞ്ഞ ഷോയിൽ പോകണ്ട ചേട്ടാ ഇപ്പോൾ ഫുൾ ഹാപ്പിയാണ് ഇത് മതി. യെസ് താങ്ക് യു. ചേട്ടാ അവർ ഡ്രഗ് തന്നു അതൊക്കെ തന്നു ബ്രോ, ഞാൻ പറഞ്ഞില്ലേ തന്നു. ഫാദറിന് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഫാദർ ഇപ്പോൾ റെസ്റ്റിലാണ്, ബട്ട് സർജറി ഉണ്ട്. തിരിച്ച് ഫോളോ ചെയ്യണോ? ചെയ്യാം. ഇപ്പം ഞാൻ ഈ ലൈവ് വന്നപ്പം കുറേ പേര് എക്സ്പെക്ട് ചെയ്തത് ഞാൻ ലൈവിൽ വന്ന് എന്തോ മാസീവ് സാധനം അടിക്കാൻ പോകുന്നു എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ വെറുതെ ഒരു ലൈവ് വന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ അനക്കമൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് ഇൻസ്റ്റാഗ്രാം അനക്കിയിട്ട് പോകാമെന്ന്, അതുകൊണ്ട് വന്നാ. ഞാനും ഞാൻ വിന്നറാകണമെന്ന് വിചാരിച്ചൊന്നും അല്ല അതിനകത്ത് പോയത്. ഞാൻ ഒരു 100 ദിവസം മാക്സിമം